വാർത്തകൾ. പൂരത്തിന് വിളംബരം കുറിച്ചുകൊണ്ടുള്ള പൂരവിളംബരം ഇന്ന് നടന്നു. നെയ്തലക്കാവ് അമ്മയുടെ തിടമ്പേറ്റി എറണാകുളം ശിവകുമാർ തെക്കേ ഗോപുരനട തുറന്നതോടെ ഇത്തവണത്തെ തൃശൂർ പൂരത്തിന് തുടക്കം കുറിച്ചു. പ്രത്യേക ചടങ്ങുകൾക്ക് ശേഷം രാവിലെ കാവിൽ നിന്നും തിടമ്പേറ്റി ശിവകുമാർ നഗരത്തിലെത്തി. തുടർന്ന് നടന്ന സ്പെഷ്യൽ ചടങ്ങുകൾക്ക് ശേഷമാണ് തെക്കേ ഗോപുരനട തുറന്നത്. പൂരത്തിന് മുമ്പ് നടന്ന മുണ്ടത്തിക്കോട് വെടിപ്പുര ദുരന്തത്തിന്റെ അടിസ്ഥാനത്തിൽ ഇത്തവണത്തെ പൂരം ആർഭാടരഹിതമാണ്. ഇത്തവണ വെടിക്കെട്ടില്ലാത്ത ചാർജുകൾ മാത്രമായി പൂരം പരിമിതപ്പെടുത്തുകയാണ്. 1 മണിക്കൂർ ദൈർഘ്യമുള്ള ആഘോഷപൂർവമായ കുടമാറ്റം 15 മിനിറ്റ് മാത്രമാക്കി ചുരുക്കി. ഇരു ദേവസ്വങ്ങളുടെയും സാന്നിധ്യത്തിൽ നടത്തിയ ചർച്ചയിലായിരുന്നു തീരുമാനം. ഇന്ത്യയിലെ ഏറ്റവും പ്രശസ്തമായ പേയ്മെന്റ് ബാങ്ക് പരീക്ഷണങ്ങളിലൊന്നായ പേടിഎം പേയ്മെന്റ് ബാങ്ക് ലിമിറ്റഡിന്റെ ബാങ്ക് ലൈസൻസ് റിസർവ് ബാങ്ക് വ്യാഴാഴ്ച റദ്ദാക്കി. ഏപ്രിൽ 24 പുറത്തിറക്കിയ വിജ്ഞാപനത്തിൽ 2026 ഏപ്രിൽ 24 ബിസിനസ് അവസാനിക്കുന്ന ദിവസം മുതൽ ലൈസൻസ് റദ്ദാക്കിയതായും ബാങ്കിംഗ് ബിസിനസ് നടത്തുന്നതിൽ നിന്ന് ബാങ്കിനെ ഉടനടി വിലക്കിയതായും RBI അറിയിച്ചു. സംസ്ഥാനത്ത് കനത്ത ചൂട് തുടരുന്ന സാഹചര്യത്തിൽ ഉഷ്ണതരംഗത്തിന് മുന്നറിയിപ്പ് നൽകി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 2 ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ കേന്ദ്രം ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. തൃശൂർ, പാലക്കാട് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും 8 ജില്ലകളിൽ യെല്ലോ അലർട്ടും നൽകിയിട്ടുണ്ട്. അതേസമയം നേരിയ ആശ്വാസം പകരാൻ 10 ജില്ലകളിൽ ഇന്ന് ഒറ്റപ്പെട്ട വേനൽ മഴയ്ക്കും സാധ്യതയുണ്ട്. ഇടിമിന്നലിനും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ദീർഘകാല ബഹിരാകാശ യാത്രകൾ മനുഷ്യരിൽ ചെലുത്തുന്ന ശാരീരികവും മാനസികവുമായ ആഘാതങ്ങളെ കുറിച്ച് പഠിക്കാൻ 6 സന്നദ്ധ പ്രവർത്തകർ ജർമ്മനിയിൽ 100 ദിവസത്തെ ഏകാന്തവാസം ആരംഭിച്ചു. യൂറോപ്യൻ ബഹിരാകാശ ഏജൻസിയുടെ നേതൃത്വത്തിൽ കൊളോണിയിലെ ജർമ്മൻ എയറോസ്പേസ് സെന്ററിലാണ് സോളിസ് 100 എന്ന് പേരിട്ടിരിക്കുന്ന പരീക്ഷണം നടക്കുന്നത്. താഴ്ന്ന ഭൗമ ഭ്രമണപഥത്തിന് അപ്പുറമുള്ള ദൗത്യങ്ങളിൽ അനുഭവപ്പെടുന്ന ഏകാന്തത, സ്വയംഭരണാധികാരം, മാനസിക സമ്മർദ്ദം എന്നിവയ്ക്ക് സമാനമായ സാഹചര്യങ്ങൾ സൃഷ്ടിച്ചിട്ടുള്ള എൻവിഹാബ് എന്ന കേന്ദ്രത്തിൽ അടച്ചുറപ്പുള്ള വാസസ്ഥലത്താണ് സംഘം കഴിയുന്നത്. അടുത്ത 3 മാസത്തേക്ക് ചന്ദ്രനിലേക്കും ചൊവ്വയിലേക്കുമുള്ള ഭാവി ദൗത്യങ്ങളിൽ പ്രതീക്ഷിക്കുന്നത് സമാനമായ കർശനമായ ഷെഡ്യൂളുകളും പ്രവർത്തന ദിനചര്യകളും സംഘം പിന്തുടരും. കുവൈറ്റിന് നേരെ ഇന്ന് പുലർച്ചെ ഇരട്ട ഡ്രോൺ ആക്രമണം ഉണ്ടായതായി പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. ഇറാഖിൽ നിന്ന് വിക്ഷേപിച്ച സ്ഫോടക വസ്തുക്കൾ നിറച്ച 2 ഡ്രോണുകൾ രാജ്യത്തിന്റെ വടക്കൻ അതിർത്തി പോസ്റ്റുകളിലാണ് പതിച്ചതെന്ന് സൈന്യം ഔദ്യോഗികമായി സ്ഥിരീകരിച്ചു. ഫൈബർ ഒപ്റ്റിക് വയർ ഗേറ്റ് സാങ്കേതികവിദ്യ ഉപയോഗിച്ചുള്ള ഡ്രോണുകളാണ് ആക്രമണത്തിന് പിന്നിലെന്നും സംഭവത്തിൽ ആളപായമില്ലെന്നും സൈനിക വക്താവ് കേണൽ സൗദ് അബ്ദുൽ അസീസ് അൽ അദ്വാൻ അറിയിച്ചു. രാജ്യത്തിന്റെ സുരക്ഷയെ വെല്ലുവിളിച്ച ഈ നീക്കത്തെ ക്രിമിനൽ ആക്രമണം എന്നാണ് കുവൈറ്റ് പ്രതിരോധ മന്ത്രാലയം വിശേഷിപ്പിച്ചത്. ഇതുപോലുള്ള ന്യൂസ് അപ്ഡേറ്റുകൾക്കായി വിപ്ര ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക.